കഴിഞ്ഞ ദിവസം വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് വധശ്രമത്തിനാണ് കേസ്. അതുകൊണ്ടാണ് പറഞ്ഞത് വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയാം. അങ്ങനെ ഒരു ത്രെട്ട് അവിടെ ഉണ്ടോ എന്നൊരു പിന്നെ സംശയമുണ്ട് കേട്ടോ. KSUവിൻ്റെ വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇവിടെ അരങ്ങേറിയത്. അപ്പോൾ എനിക്ക് തല്ല് കിട്ടിയാലും രാജ്യത്തിനൊന്നും സ്റ്റേറ്റിനൊന്നും പറ്റരുതെന്നാണ് ആര് പറയേണ്ടിയിരുന്നത്? വീണ ജോർജ് പറയേണ്ടിയിരുന്നത്. അതെ അതെ. അതിൻ്റെ പേരിൽ പ്രതിഷേധം പാടില്ല, ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയേണ്ടതിന് പകരം ആ പ്രതിഷേധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വീണ്ടും വീണ്ടും അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. ഇത്തരം അക്രമങ്ങളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ചുണ്ടാക്കിയ അക്രമ സംഗമങ്ങളിൽ ഇവർ ബലിയാടാക്കിയ സാധാരണ ജനങ്ങൾ, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ തൊട്ട് ഇങ്ങോട്ട് എത്രയോ പേരുടെ പേര്, നമുക്ക് വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് എത്രയോ ആയിരങ്ങളുടെ പേര്, MV രാഘവൻ്റെ വേട്ടയാടിയ കാര്യം, ഇതെല്ലാം നമുക്ക് പറയാനുണ്ട്. ഇത് വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇതല്ലാണ്ട് ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ വീണ ജോർജിൻ്റെ സംഭവത്തിൻ്റെ ആ ചിത്രം വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഇത് ആസൂത്രിതമായിട്ടുള്ള കലാപരിപാടിയാണ്. ഇതിൻ്റെ തിരക്കഥ ആര് തയ്യാറാക്കി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിന് മുഖ്യമന്ത്രി തയ്യാറാക്കിയ തിരക്കഥയാണത്. കാരണം വീണ ജോർജിനെ ആരും ആക്രമിച്ചിട്ടില്ല. ആക്രമിക്കാത്ത വീണ ജോർജിന് കഴുത്തിന് വേദന ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അവിടേക്ക് വേദന ഉണ്ടാവും. അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ മരിക്കുന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് ശുദ്ധ തട്ടിപ്പാണ്. ഇവരെ ഇത്തരത്തില് വീണ ജോർജിനെ ആക്രമിക്കുക? അത്യാവശ്യം തലയ്ക്കകത്ത് 4 ആളോട്ടുള്ളവരാരും അപ്പണി ചെയ്യുമോ? കാരണം ഇവരെ 10 കാശിന് കൊള്ളാത്തൊരു സ്ത്രീയാണ്. ഇവര് കഴിവേറ്റൊരു മന്ത്രിയാണ്. ഇവർ ഒന്നിനും കൊള്ളാത്തൊരു സാധനമാണ്. ഈ പറയുന്ന വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്തിന്റെ കഴിവുകേടുണ്ടാക്കിയിട്ടുള്ള കേരളത്തിലെ നിരവധി ദുരന്തങ്ങൾ, ഈ ദുരന്തങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ദുരന്തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആള് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരുന്നതാണ് എതിർപ്പ് സ്ഥാനത്തിൽ. ഇപ്പൊ പ്രതിപക്ഷത്തിന് നല്ലതാണ് വീണ ജോർജ് മന്ത്രിയായിരിക്കുന്നതാണ് നല്ലത്. വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് മാറ്റിയ കുറച്ച് കഴിവുള്ള ആൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിത്രം മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് വീണ ജോർജിനെ ആക്രമിക്കാൻ ആരും പരിശ്രമം നടത്തിയിട്ടില്ല. മറിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്ത ഒരു എര മാത്രമാണ് വീണ ജോർജ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തില് ഒരുപാട് പേര് അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷികളാക്കാറുണ്ട്. രക്തസാക്ഷികൾ ഉണ്ടാക്കുന്നതാണ് ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ സ്വഭാവങ്ങൾ എന്താ? ഞാൻ അതിനകത്ത് എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്, ഇന്നുമുണ്ടാവും അധ്യന്തരം എന്ന പുസ്തകത്തിന്റെ പേര്. ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് P. കൃഷ്ണപിള്ളയുടെ മരണം സംശയാസ്പദമാണ്. പാമ്പ് കടിച്ചു എന്നാ. മുഹമ്മയിൽ അങ്ങനെ പാമ്പുണ്ടായിട്ടില്ല. ഇയാളെ കടിച്ചത് കയ്യിലിരിപ്പിന്റെ പേരിലാണ്. ഇയാളെ കടിച്ചത് ഇയാൾക്ക് ഇദ്ദേഹത്തിന് ചായയിൽ വിഷം കലർത്തി കൊടുത്തു എന്നാണ് സംശയം. എന്ന് മുതൽ അതിനകത്തൊരു 3-4 വെർഷൻസ് ഉണ്ട്. SL പുരം സദാനന്ദൻ എഴുതിയിരിക്കുന്നു. അദ്ദേഹം കിടന്നുകൊണ്ട് എഴുതുകയായിരുന്നു എന്നാണ്. കിടന്ന് എഴുതിയ സമയത്ത് വാതില് പകുതി തുറന്നിട്ടിരുന്നു. കൂടി പാമ്പകത്ത് കിടന്നു. അതിനുശേഷം പാമ്പ് ഇദ്ദേഹത്തിന്റെ കൈക്ക് കുത്തുന്നു. അതിനുശേഷം പാമ്പ് മടങ്ങിപ്പോകുന്നു. ഇതൊരു കഥ. വേറെ സ്ഥലത്ത് പറയുന്നത് വാതിലുണ്ടായിരുന്നില്ല, ഇയാൾ പുറത്ത് കിടന്നിരുന്നെന്നാണ് കൃഷ്ണപിള്ള. ഞാനീ പറയുന്ന മുഹമ്മയിൽ പോയിരുന്നു. മുഹമ്മയിൽ ഒരാളും ഈ കഥ വിശ്വസിക്കുന്നില്ല. ഒരു പാമ്പും കടിച്ചായിട്ട് പറയുന്നില്ല. പക്ഷേ തൃപ്പൂണിത്തുറ പുതിയാവര് പറഞ്ഞത് ഇദ്ദേഹം പുതിയാവിൽ ഒരു വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് സംഭവം ഉണ്ടായെന്നാ. ഇപ്പൊ ഏതാ സംഭവം നമുക്കറിയില്ല. ഏതാണെങ്കിലും സംഭവം ഉണ്ടായത് രാവിലെ 9:30 മണിക്ക് സമയത്താണ്. നിരവധി ദുരൂഹത ഉള്ളതാണ്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇത് കൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് നറേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലെനിന്റെ മരണം അങ്ങനെയാണ്. അന്തർദേശീയ തലത്തില് സ്റ്റാലിന്റെ മരണം അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്റ്റാലിൻ മരിച്ചിട്ട് ആ ഡെഡ് ബോഡി എടുത്തിട്ട് ക്രിമിനലിന് പുറത്തുകൊണ്ടാക്കിയവര് 1992 എന്നാ മരിച്ചെന്ന് ഒരു നിശ്ചയമില്ല. ലെനിന്റെ മരണത്തെ കുറിച്ച് ലെനിന്റെ ഭാര്യ സ്റ്റാലിനോട് പറയുന്നതായിട്ട് സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു സൈനൈഡ് കൊടുത്തിട്ട് ഈ പുള്ളിയെ ജീവിതം അവസാനിപ്പിക്കാൻ സ്റ്റാലിൻ മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ലെനിന്റെ ഭാര്യയോട് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അത് സ്റ്റാലിനാണ് സ്റ്റാലിൻ കൊലപ്പെടുത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് എല്ലാ നേതാക്കന്മാരുടെയും മരണത്തിനും അവരുടെ ജീവിതത്തിലേക്ക് നിരവധി ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകളുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് ജനങ്ങളുമായിട്ട് യാതൊരു പ്രതിബദ്ധതയില്ല. എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടായിരുന്നോ ആ സ്ഥലത്തൊക്കെ ജനങ്ങൾക്ക് വലിയ പതനമാണ് ഉണ്ടായിട്ടുള്ളത്. 56 രാജ്യങ്ങളിൽ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്? എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഉള്ളത്? കേരളത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, പിണറായി പാർട്ടിയാണ് ഉള്ളത്. ഇന്ന് മാത്രമല്ല, ഈ പിണറായി വിജയന്റെ തുടക്കം എവിടുന്ന? വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയായിരിക്കുന്ന ആളെ
1969 കൊലപാതകം നടത്തിയിരിക്കുന്ന കേസിൽ പ്രതിയാണ് ഇയാള് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ തുടക്കം തുടങ്ങിയിട്ട് അങ്ങനെയാണ്. അതിനുശേഷം എത്ര ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മരിച്ചത്? ഇപ്പൊ നേരത്തെ അങ്ങനെ സൂചിപ്പിച്ച പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആര്യന്റെയൊക്കെ സംഭവം അങ്ങനെയുണ്ട്. അഴീക്കോട് രാഘവന്റെ കേസിൽ പ്രതിയാക്കിയിരുന്നു ആര്യനെ പ്രതിയാക്കിയിരുന്നു. ഈ ആര്യൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർഷക സംഘത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് VS ചേർന്ന സ്റ്റേറ്റ് സെക്രട്ടറിയും ആര്യൻ പ്രസിഡന്റുമാണ്. അവിടെ നിന്നാണ് അദ്ദേഹം നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. അദ്ദേഹം മാത്രമല്ല പോകുന്നത്, NC ശേഖർ അങ്ങനെ പോയാളാ. അവിടെ ആ ഭാഗത്ത് KPR ഉൾപ്പെടെ ഒത്തിരി പേര് മാറിയില്ല. എല്ലാവരും മാറി. ഇവര് മാറാനുള്ള കാരണം എന്താ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടങ്ങുന്ന 939 നാൽവർ സംഘം ഉണ്ടായിരുന്ന പറയുക. EMS ചൈനയിലെ പോലെ ചൈനയിൽ നാൽവർ സംഘമായിരുന്നു. സമാനമായിട്ടുള്ള ശേഖരൊക്കെ അടങ്ങുന്ന ഒരു നാൽവർ സംഘം കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന T ദാമോദരൻ അതിനകത്ത് ഈ നാൽവർ സംഘത്തിൽപ്പെട്ട ആളാ. നാൽവർ സംഘത്തിൽപ്പെട്ട ആളുകൾ ഓരോരുത്തരെയായിട്ട് EMS വകവരുത്തിയിട്ടുണ്ട്. ശേഖർ നിവൃത്തികെട്ട് NC ശേഖർ അവിടെ നിവൃത്തിയിട്ട് അദ്ദേഹം നക്സൽ പ്രസ്ഥാനത്തിൽ പോയി. അവിടുന്ന് അദ്ദേഹം വീണ്ടും അവസാനം മരിക്കാൻ കാലത്ത് തിരിച്ച് ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ഗൗരിയമ്മയുടെ കൂട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു മറ്റേ T ദാമോദരൻ വലിയ സൈദ്ധാന്തികനാണ്. അദ്ദേഹത്തെ ഇവർ വിളിച്ചു പേര് വേദാന്തി ദാമോദരൻ എന്നാ വിളിച്ച്. 1962-63 സമയത്ത് T ദാമോദരൻ അല്ലേ? അദ്ദേഹമാണത്. അദ്ദേഹത്തിന് ഇപ്പൊ മകളൊക്കെ അല്ല, അത് മറ്റേ ദാമോദരനാണ്. ഏതാണെങ്കിലും ഈ ദാമോദരനെ പോലെയുള്ള സൈദ്ധാന്തികനായിട്ടുള്ള ആളെ അപമാനിക്കാൻ പരിശ്രമിച്ച് വേദാന്തി ദാമോദരൻ എന്ന പേരിലാക്കി രാഷ്ട്രീയത്തിൽ സൈഡ് ലൈൻ ചെയ്തതില് EMSന് വലിയ പങ്കുണ്ട്. ഇതിപ്പോ EMS ഇങ്ങനെ തുറന്നു വരികയാണ്. ഇപ്പൊ ചാത്തുണ്ണി മാഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്താ ആരോപണം ഉന്നയിച്ചത്? ചാത്തുണ്ണി മാഷി കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കുന്ന ഇവരാണ്. ആ പണി ചെയ്യിച്ചതിന് ശേഷം പറഞ്ഞ് ഈ ചാത്തുണ്ണി മാഷി മഹാ കുഴപ്പക്കാരനാന്ന് പറഞ്ഞ് എന്നിട്ട് ചാത്തുണ്ണി മാഷിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു. ചാത്തുണ്ണി മാഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നതിനെ കുറിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് K ബാലകൃഷ്ണൻ എഴുതുന്നുണ്ട്. കാരണം EMS പോയിട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് പോയിട്ട് പ്രസംഗിക്കുകയാണ്. ഇവിടെ ഇയാൾ പോയി കഴിഞ്ഞാൽ ഒരു പട്ടി പോലും പോകാനില്ല എന്നാണ്. ചാത്തുണ്ണി മാഷി പോയാല് രാഘവൻ പോയ സമയത്ത് ഇതേ വാക്കുതന്നെ പറഞ്ഞു. അപ്പൊ രാഘവന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. ചാത്തുണ്ണി മാഷിനെ പോലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ദാമോദരനെ പോലുള്ള ആൾക്കോ NC ശേഖരനോ ഒക്കെ പാർട്ടി ഒരു സത്യസന്ധമായിട്ടുള്ള പ്രസ്ഥാനമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. ഇത് പാർട്ടി എല്ലാ മേഖലയിലും കാണിച്ചിട്ടുണ്ട്. വലിയ ചതിപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഈ ചതിയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടി ശരിക്കതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും തമാശന് പറയും, പിണറായിയുടെ പാറപ്പുറത്താണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം കൂടിയതെന്നാണ് പറയുന്നത്. ഇവരെല്ലാം ഉണ്ട് ഈ പാർട്ടി. താങ്കൾ പറഞ്ഞ എല്ലാവരും തന്നെ അവിടെ ഉണ്ട്. അതെ. ഈ ഒരു പാറപ്പുറത്തൊരു വിത്ത് വിതച്ചാൽ എങ്ങനെ ഇരിക്കും? പാറപ്പുറത്ത് ആ വിത്തിന് മുളയ്ക്കും. അല്ലെ, ഇതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്ന പ്രസ്ഥാനം ലെനിനാണ് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ലെനിൻ അത് 1917 ബോൾഷെവിക് പാർട്ടി ഉണ്ടാക്കിയിട്ട് തുടങ്ങി. ആ പാർട്ടിയുടെ അവസ്ഥ എന്താ ഉണ്ടായത്? അതിന് ഏറ്റവും കൂടുതൽ 1936, 37, 38, 39 വർഷത്തിൽ മാത്രം റഷ്യയിൽ കൊലപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ വേറെ കൊണ്ടുണ്ട് കേട്ടോ. ലെനിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ടോട്സ്കി മാത്രമല്ല, ടോട്സ്കിയെ അവിടുന്ന് നാട് കടത്തിയതിന് ശേഷം അയാൾ പോയി ജോർജിയയിലേക്ക് കടത്തിവിട്ടിട്ട് അവിടെ എത്തിയിട്ട് തല്ലിക്കൊല്ലായിരുന്നു അയാൾ ടോട്സ്കി. അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് എഴുതിയിരിക്കുന്നത് P കേശവദേവ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന് പേര് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്നാണ്. കമ്മ്യൂണിസ്റ്റ് നമ്മളോട് സാധാരണ ഇവരൊക്കെ പറയുക P കേശവദേവ് കമ്മ്യൂണിസ്റ്റാണ്. കാരണം എന്താ? ഭിക്ഷക്കാരന്റെ മകന്റെ ഓടയിൽ നിന്ന് കഥ എഴുതിയിട്ടുണ്ട്. എതിർപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന P കേശവദേവ് കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ആണോ? അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണം ചെലവാക്കി അദ്ദേഹത്തെ ഇവിടുന്ന് റഷ്യയിൽ കൊണ്ടുപോയി. റഷ്യ മുഴുവൻ അദ്ദേഹം നടന്നു കണ്ടു. ആ സമയത്ത് റഷ്യക്കാരന്റെ അനുവാദം അദ്ദേഹം മേടിച്ചില്ല. അദ്ദേഹത്തിന് റഷ്യയിൽ ചിത്രം പിടുത്തം കിട്ടി. 1953 അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വധയന്ത്രം. ട്രോട്സ്കിയുടെ മരണത്തെക്കുറിച്ച്, ബെറിയയുടെ മരണത്തെക്കുറിച്ചിട്ട്, യഹോഡയുടെ മരണത്തെക്കുറിച്ചിട്ട്, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാര് മോസ്കോയില് റഷ്യയിൽ കൊലപ്പെടുത്തിയത് 2 ലക്ഷം പേരെയാണ് കൊലപ്പെടുത്തിയത്. 2 കോടി ആളുകളെ കൊലപ്പെടുത്തിയത്. ഇത് അങ്ങനെ കൊലപ്പെടുത്താൻ യാതൊരു മടിയില്ല. ലെനിനെ സ്റ്റാലിൻ കൊല്ലും, അല്ലെങ്കിൽ സ്റ്റാലിൻ ബാക്കിയുള്ള ആളുകൾ കൊല്ലും, അവസാനം സ്റ്റാലിന് മറ്റുള്ള ആളുകൾ കൊല്ലും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ CPMന്റെ പ്രവർത്തനം കണ്ടാൽ ആ അന്നത്തെ കൊലപാതകങ്ങളിലൊക്കെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. അത്ഭുതം തോന്നുന്നില്ല. അതേ സാധനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഫിഷ്യൻസി ഇപ്പോഴും നിലനിൽക്കുന്നു.
ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് രാഘവൻ പുറത്തുപോയി. 986 രാഘവൻ പുറത്തുപോയി. രാഘവന്റെ വ്യക്തമായിരുന്നു. രാഘവനാണ് കൊലപാതകത്തിന്റെ വക്താവാണ് രാഘവൻ. ആ രാഘവന് കൊലപാതകം വലിയ പ്രശ്നമായി. അത് വന്നതിനെ കുറിച്ചിട്ട് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഭവം 986 മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പിണറായി വിജയനാണ്. ആ സമയത്ത് VS അച്യുതാനന്ദൻ താല്പര്യമെടുത്തുകൊണ്ട് അവിടെ കണ്ണൂർ യോഗം വിളിച്ചു. ആ യോഗത്തിൽ രാഘവനെ വിളിച്ചു. ആ രാഘവനെ വിളിച്ചിട്ട് ഒത്തുതീർപ്പ് സംഭാഷണങ്ങളൊക്കെ നടത്തി. ആ സമയത്ത് രാഘവനോട് അവിടെ ചായ കൊണ്ടുവന്ന് വെച്ചു. ആ ചായ കുടിക്കാൻ വേണ്ടി പറയാണ്, നിർബന്ധിച്ചു. അപ്പൊ രാഘവൻ പറഞ്ഞു, ഞാൻ ഈ ചായ കുടിക്കൂല, കാരണം നിങ്ങള് ഇതിനകത്ത് നീയൊക്കെ വിഷം ചേർത്തിട്ടില്ല എന്നുള്ളതിന് എന്താണ് തെളിവെന്ന്. ഇതുപോലെ നമുക്ക് പലർക്കും ഇതുപോലെ ചായ കൊടുത്തിട്ടില്ല. ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ആ ചോദ്യം അത് EMS ചോദിക്കുന്നതാണ്. അത് EMS ചോദിച്ചാണ്. EMS വീട്ടില് രാഘവൻ ചെന്നപ്പോ ചായ കൊടുത്ത സമയത്ത് ആ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് EMS രാഘവൻ ചോദിക്കുന്നത്, നമ്മൾ ഇതിനു മുമ്പ് പലർക്കും ചായ കൊടുത്തിട്ടുണ്ടല്ലോ എന്നാ പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഒരുപാട് കാലത്ത് കമ്മ്യൂണിസ്റ്റ്, ഞാൻ ഏറ്റവും റഷ്യയിൽ തന്നെ സംഭവം എടുത്ത് പറഞ്ഞാല് ഹംഗറിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആ ഹംഗറി കിസറോവ് എന്നും കണ്ട അദ്ദേഹത്തിന്റെ പേര്. ടിയാൻ സോവിയറ്റ് റഷ്യ സന്ദർശിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്റ്റാലിന്റെ അവസാന കാലത്ത് ഇങ്ങനെ വന്നുകൂടെ. ആ വന്നതിന് ശേഷം ഇങ്ങനെ സ്റ്റാലിന്റെ ചില നിലപാടുകൾക്കെതിരായിട്ട് വിരുദ്ധമായിട്ട് സംസാരിച്ചു. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അന്യരാജ്യത്തിന്റെ പ്രസിഡന്റിനെ, ഹംഗേറിയൻ പ്രസിഡന്റിനെ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പ്രസിഡന്റിനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നത് സ്റ്റാലിനാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് തന്നെ പറ്റി. ലാൽ ബഹദൂർ ശാസ്ത്രി 967-66 ശാസ്ത്രിയുടെ സംഭവം എങ്ങനെയാണത് അറിയത്തില്ല. അത് പറയുന്നില്ല. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നാണത്. അങ്ങനെ ഹംഗേറിയൻ പ്രസിഡന്റിനെ തുടങ്ങിയിട്ട് ശാസ്ത്രിക്ക് വരെ ഉണ്ടായിരുന്ന കൊലപാതകങ്ങൾ എങ്ങനെയാണ്, അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ നിലവിലിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വീണ ജോർജ് ഇവർക്ക് വലിയൊരു വ്യക്തിമാണ്, ഒരു എരയാണ്, ഇവർക്ക് നാളെ രക്തസാക്ഷി. ആദ്യം തന്നെ പൊളിഞ്ഞു. ഇതാണ് ഉദ്ദേശം, എല്ലാവർക്കും മനസ്സിലായി. കാരണം കാലം മാറിയില്ലേ. ഇപ്പോഴത്തെ കാലത്തിന്റെ സവിശേഷത ഇതിപ്പോ AI ക്യാമറയുടെ കാലമാണ്, AI വിവരങ്ങൾ കിട്ടുന്ന കാലമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള മറ്റുള്ള ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിന്റെ തുമ്പും തരിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിമിഷങ്ങൾ മാത്രം മതിയായിട്ടുള്ള കാലഘട്ടമാണ്. ആ സമയത്താണ് വീണ ജോർജിന്റെ ഈ തരത്തിൽ അഭ്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അഭ്യാസമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മലയാളിക്ക് കരുത്തുണ്ട്. മറ്റേ പഴയകാലത്ത് അങ്ങനെയല്ല. പഴയകാലത്ത് വീണ ജോർജ് മരിച്ചാൽ വീണ ജോർജിനെ കൊല്ലാൻ നോക്കിയാന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിയാൽ ഇവിടെയുള്ള എല്ലാ കോൺഗ്രസിന്റെ BJP നേതാക്കന്മാരെ വ്യാപകമായിട്ട് തെരുവീതികളിലിട്ട് തല്ലിക്കൊല്ലാനായിട്ട് യാതൊരു മടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടായിരുന്നില്ല. മടിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? അതെ. പക്ഷെ ഇന്നിപ്പോ നടക്കില്ല. ഇന്നലെ എന്ത് സമരം ഉണ്ടായി, ഇന്നലെ എന്തുണ്ടായി? ആ വികാരപരമായി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പ്രചരിപ്പിക്കാൻ പറ്റുന്ന വെച്ചുള്ള ആക്രമണങ്ങൾ മുഴുവൻ നടത്തി. ഇന്നലെ ഒരു തുപ്പി ഉണ്ടായില്ല കേരളത്തിൽ. അല്ല, അതിന് അവർക്ക് ധാരാളം ചാവേറുകളുണ്ട്. ഈ ചാവേറുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും ജീവിച്ചു എന്നുള്ളത് ചാവേറുകളെ കുറിച്ചിട്ടാണ്. അങ്ങനത്തെ ഏറ്റവും വലിയ ചാവേർ കണ്ണൂരുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. KG മാരായിരുന്നു പറയും അയാളുടെ പേര്. K ഗംഗാധരമാരായിരുന്ന പേര്. കരുണാകരനെ കൊല്ലാൻ നോക്കിയാണ്. അയാൾ കൊല്ലാൻ നോക്കിയ ഒരുപാട് പേരെയാണ്. അയാൾ ആദ്യം കൊല്ലാൻ നോക്കിയത് 1962 PR കുറുപ്പിനെയാണ്. അതിൽ ഈ ചാവേർ മണ്ടന എന്നുള്ളതിന്റെ വലിയ തെളിവെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊല്ലാൻ ചുമതലപ്പെടുത്തുന്നത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ചിട്ട് കത്തി എടുത്തിട്ട് PR കുറിപ്പ് എന്ന് പറയുന്ന ഇന്നത്തെ മന്ത്രി, പിൽക്കാലത്ത് മന്ത്രിയായിട്ടുള്ള മോഹന്റെ അച്ഛൻ, ആ PR കുറിപ്പിനെ വെട്ടാൻ ശ്രമിക്കുന്നു. ഒരറ്റം മാത്രം കൊള്ളുന്നു. ആ കേസിനകത്ത് പ്രതിയായിട്ട് KG മാരായിരുന്നു പറയുന്ന ഗംഗാധരമാരര് 3 കൊല്ലം ജയിലിലായി. അത് കഴിഞ്ഞ് വിട്ടു. ശേഷമാണ് ആ പാരമ്പര്യമാണ് മാമൻ വാസു വരുന്നത്. മാമൻ മാസൂരിക്കാളും നല്ല KG മാരാര് എന്റെ രസരവാട് അതിലൊരു പുസ്തകമുണ്ട്. KG മാരാരുടെ, ഗംഗാധരമാരാരുടെ. ആ ഗംഗാധരമാരുടെ 67 ഇവര് വേറെ പണിയെടുത്ത് വെച്ചു. അതിന്റെ ഉപജ്ഞാതം EMS ആണത്. EMSന്റെ വലിയൊരു പിന്തുടർച്ചക്കാരനാണ് ഈ ഗംഗാധരമാരാര്. ആ ഗംഗാധരമാരാരോട് പറഞ്ഞു, ഗവർണർ വരുന്നുണ്ട് അവിടെ. അന്നത്തെ ഗവർണർ V വിശ്വനാഥനാണ്. ആ ഗവർണറെ കൊല്ലണം. ആ ചുമതല ഇവര് ഗംഗാധരമാരാർക്ക് കൊടുത്തു. എന്നിട്ട് മാരാര് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആസിഡ് ബൾബ് സംഘടിപ്പിച്ചു. തലശ്ശേരിയിൽ കൂടി ഗവർണറുടെ കാറ് കടന്നുപോയി. ആ കാറിലേക്ക് ഇയാള് സ്ഥാനം വലിച്ചെറിഞ്ഞു. കൊണ്ടില്ല. അവസാനം ഗവർണർ രക്ഷപ്പെട്ടു, ഇയാളകത്താവുകയും ചെയ്തു. അതുകൊണ്ട് തീർന്നില്ല. അപ്പൊ നമ്മൾ ധരിക്കുന്ന ഇപ്പൊ ഗവർണർമാർക്കെതിരായിട്ടുള്ള ആരോപണത്തിന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പറ്റൂല, ഇവിടെ ഞങ്ങളാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലൈൻ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനിന് വിരുദ്ധമായിട്ട് നിന്ന് സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച ഗവർണറാണ് V വിശ്വനാഥൻ. അങ്ങനെയുള്ള വിശ്വനാഥനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗാധരമാരെ ചുമതലപ്പെടുത്തി. മൂന്നാമതൊരാളും കൂടി ശ്രമം നടത്തി. അത് 1971 അത് ഇദ്ദേഹത്തിനെയാണ്, CH മുഹമ്മദ് കോയ. അന്ന് അദ്ദേഹത്തിന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം തലശ്ശേരി സന്ദർശിച്ചു.
ഗംഗാധരമാരെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. ആ കാലത്ത് നാദാപുരത്ത് സംഘർഷം ഉണ്ടായിരുന്നു. നാദാപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗുമായിട്ട് വലിയ സംഘർഷമുണ്ട്. അപ്പൊ അതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതികളായിരിക്കുന്ന ആളുകൾ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ അവര് വിട്ടയക്കാൻ വേണ്ടിയിട്ട് വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗംഗാധരമാരെ പാർട്ടി ചുമതലപ്പെടുത്തുകയാണ്. ഗംഗാധരമാരോട് ചെന്ന് ഗംഗാധരമാര് CH മുഹമ്മയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. ഇയാളെ അടിച്ചു പിടിച്ച് അകത്ത് കിടന്നു. അകത്ത് കിടന്നതിന് ശേഷം ഇയാൾ കൊല്ലാനുള്ള ശ്രമം നടത്തി എന്നാണ് വാർത്ത. അതിനെ കുറിച്ചിട്ട് ഇപ്പോ പച്ചക്കുതിരയിൽ ഇപ്പൊ അടുത്തിടയ്ക്ക് NE സുധീർ എഴുതിയിട്ടുണ്ടായിരുന്നു. സുധീറിന്റെ ലേഖനം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോ ഗംഗാധരമാരാരെ അവസാനം അതിലും പ്രതിയായി 9 കൊല്ലം 3x3 9 കൊല്ലം ചാവേറായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളുടെ പേരാണ് ഗംഗാധരമാരാര്. KG മാരാര് എന്നാണ് അയാളെ അറിയപ്പെടുക. ആ ഗംഗാധരമാരാര് അവസാനം പാർട്ടിക്കെതിരായിട്ട് പുസ്തകം അദ്ദേഹം എഴുതേണ്ട സ്ഥിതി വന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവാണ് NE ബൽറാം, CPI-യുടെ. ആ ബൽറാമിനെ കാണാൻ മന്ത്രിയായ പിങ്ങേര് പോയി, KG മാരാര് പോയി. അവിടെ വെച്ച് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കാരണം ഇയാൾ പ്രതിയാണല്ലോ, ഇയാൾ പിടികിട്ടാ പുള്ളിയാണ്, ഇയാൾ കുറ്റവാളിയാണ്. അതുകൊണ്ട് പോലും ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം നിരവധി കുന്തക്കാരൻ പത്രോസ് അടക്കമുള്ള, ഞാൻ കുന്തക്കാരൻ പത്രോസിന് വളരെ വിപുലമായിട്ട് രസകരമായിട്ടുള്ള സംഭവമാണത്. മറ്റേ പുന്നപ്ര വയലാർ സമരത്തിന്റെ ഉപജ്ഞാതാവ് EMS അവിടെ കാണാതെ നടന്നു. ആ കാണാതെ നടന്നതിന് ശേഷം കുന്തക്കാരൻ പത്രോസ് അന്ന് പായ വിൽക്കുന്ന പണിയാണ്. കയറ്റ് പായ, മറ്റേ ഇതിന്റെ പായ, മുളയുടെ പായക്ക് വിറ്റുകൊണ്ട് നടന്ന ദയനീയമായിട്ടുള്ള കുന്തക്കാരൻ പത്രോസ് സൊസൈറ്റിയിലൊക്കെ ജോലി കൊടുക്കാന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളാണ് AK ഗോപാലൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളാണ് EMS. AK ഗോപാലിന്റെ ആത്മകഥയുണ്ട്. ആത്മകഥയിൽ EMS മറ്റേ AKG ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തലയിൽ ആലപ്പുഴയിൽ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കുന്തക്കാരൻ പത്രോസിനാണ് പറയുന്നത്, പേര് പറയുന്നില്ല. EMS അതുപോലെ തന്നെയാണ്, പേര് പറയുന്നില്ല. അതുകൊണ്ട് നിവൃത്തികെട്ട അവസാനം കുന്തക്കാരൻ പത്രോസ് മടങ്ങി ജോലിയെല്ലാം പണി ചെയ്യാൻ പറ്റാതെ കണ്ട് വീട്ടിൽ വന്ന സമയത്ത് ദയനീയമായിട്ടുള്ള അവസ്ഥയായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട് കുമ്മാടിയിലാണ്. അദ്ദേഹത്തിന്റെ വീട് കുമ്മാടി. ആ കുമ്മാടിയിലുള്ള SNDP-യുടെ കുമ്മാടി. ആ കുമ്മാടിയിലുള്ള SNDP യൂണിയന്റെ ഓഫീസിന്റെ സെക്രട്ടറിയെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാല് എന്റെ ഡെഡ് ബോഡി അടക്കം ചെയ്യേണ്ടത് അവിടെ വലിയ ചുടുകാട്ടിലായിരിക്കരുത്, മറിച്ച് SNDP-യുടെ ശ്മശാനത്തില് അത് കത്തിച്ചു കളയണം. അപ്പൊ SNDP യോഗം സെക്രട്ടറി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത്, എനിക്ക് അവിടെ പോയിട്ട് അവിടെ ഇപ്പൊ കിടക്കുന്ന ചില ആളുകളുണ്ട്, കൃഷ്ണപിള്ളയുണ്ട്, അവിടെ TV തോമസ് ഉണ്ട്, ഇവരോടൊന്നും മല്ലടിക്കാനായിട്ടുള്ള കരുത്ത് എനിക്ക് ഇനിയിപ്പില്ല. ഇനി എനിക്ക് മരിച്ചതിന് ശേഷമെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ആളാണ് കുന്തക്കാരൻ പത്രോസ്. ഈ പറയുന്നത് രാമവർമ്മ തമ്പുരാന്റെ പുന്നപ്ര വയലാറിനെ കുറിച്ചുള്ള പുസ്തകം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യദുകുലകുമാർ എഴുതിയിട്ടുണ്ട് കുറിച്ച്, കുന്തക്കാരൻ പത്രോസിനെ കുറിച്ച് എഴുതിയിട്ടില്ലല്ലേ, യദുകുലകുമാർ എഴുതിയിട്ടുണ്ട്. ഇത്തരം പുസ്തകങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചാൽ അവരെ ആദ്യം ഇത്തരം ചില രക്തസാക്ഷികളാക്കാൻ പരിശ്രമം നടത്തും. അത് പറ്റിയിട്ടില്ലെങ്കിൽ ഇവരുടെ ജീവിതം, ഞാൻ സത്യത്തിൽ വിചാരിക്കുന്നത് എനിക്ക് വീണ ജോർജിന്റെ ജീവനിലാണ് എന്റെ സംശയമുള്ളത്. വീണ ജോർജിനെ വേണമെങ്കിൽ എന്തെങ്കിലും അതിക്രമം നടത്താൻ അവർ ജീവിതം അവസാനിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കാതിരിക്കില്ല. അതിനവരുടെ പാരമ്പര്യം. ലോകത്തിന്റെ ചരിത്രത്തിൽ 10 കോടി ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. 10 കോടി ജനങ്ങളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും മൊത്തം വേൾഡ് വാറുകളിൽ മരിച്ച സംഖ്യ എടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊന്ന ആളുകളുടെ എണ്ണത്തിന്റെ അത്രയും വരില്ല. കൊന്നു മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജനാധിപത്യ കക്ഷികളിലും ഒക്കെ പാർട്ടികളിലും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലും രാജഭരണങ്ങളുള്ളിടത്തൊക്കെ ഈ അനന്തരാവകാശത്തെക്കുറിച്ച് സംശയം ഉണ്ടായും, തർക്കം ഉണ്ടായും, വിവാദം വരെ നടക്കും. ഇവിടെ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 8 വീട്ടിപ്പോഴും. അപ്പൊ അതൊക്കെ ഒരു പാരമ്പര്യമാണ്. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ, ആ കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കാലത്ത് ജീവിതം കൊടുത്ത മുഴുവൻ ആളുകളും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷികളാണ്. അത് സോവിയറ്റ് റഷ്യയിൽ എങ്ങനെയാണ്, അത് ഹംഗറിയിൽ എങ്ങനെയാണ്, അത് ചൈനയിൽ എങ്ങനെയാണ്, അത് കംബൂച്ചയിൽ എങ്ങനെയാണ്, ചെഗുവേരയുടെ കൊലപാതകം വരെ, മരണം വരെ ബൊളീവിയൻ കാർഡുകളിൽ അദ്ദേഹത്തിന്റെ ബൊളീവിയൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അല്ല, ചെഗുവരെ ഇവർ പൊക്കി പിടിച്ചു നടക്കും. ചെഗുവരെ പോലെ തന്നെ മെക്സിക്കോയ്ക്ക് പോരാളികളാണ് MN റോയ്. പറ്റിമാരും മിണ്ടിയില്ല. അല്ലെ, ചെഗുവേരയുടെ പ്രശ്നം അതുകൊണ്ട് മാത്രമല്ല, ചെഗുവേരയുടെ പ്രധാനപ്പെട്ടവരുടെ മയക്കുമരുന്ന് കച്ചവടം, ചെഗുവേരയുടെ കച്ചവടം. അയാൾ കുഞ്ഞ് ബൊളീവിയൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് അയാളുടെ കച്ചവടത്തെ കുറിച്ച്. അതിനുശേഷം അയാൾ അവിടെയുള്ള കർഷകരെ അയാൾ പിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് അയാളെ കുന്നുകളയുന്നത്. ചെഗുവേര മരിച്ചതല്ല, ചെഗുവേരയുടെ കൊലപാതകം നാട്ടുകാർക്ക് ഒന്നാണ് അയാളെ. അയാൾ പിടിച്ചു കൊടുത്ത കർഷകരാണ്.
അത്രയും വൃത്തികെട്ട നിരവധി ആളുകളുടെ നേതൃത്വം വഹിക്കുന്ന പ്രസ്ഥാനമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച സിമ്പിളായിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാമെങ്കിൽ, ചെഗുവരെ കുറിച്ച് ഇവരെല്ലാം അറിയും, ജേഴ്സി അണിയും. പുന്നപ്രവയിലാരും മരിച്ചവരുടെ എത്ര പേരുടെ പേര് ഇവിടുത്തെ SFIക്കാർ പറയും. ആ കണക്കില്ല എന്ന് മാത്രമല്ല, കണക്ക് ഇവരുടെ കയ്യിലില്ല. ആ രേഖയില്ലാതെ കണ്ട 1100 പേർക്ക് ഇവർ പെൻഷൻ വാങ്ങിച്ചു. ആ കണക്കിനെ കുറിച്ചിട്ട് സുഗതൻ സാറ്, അദ്ദേഹത്തിന്റെ നമ്മുടെ ആലപ്പുഴ ജില്ലാ ലെവിയും പാർട്ടി കിട്ടുന്നുണ്ട്. അതെ, ആ ബുക്കിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെയൊക്കെ 20%, 50% വരെയും ലെവി ഇവർ വാങ്ങിക്കും. ഈ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്ന് വെച്ചാൽ ആരെങ്കിലും രക്തസാക്ഷികളാണെന്ന് പറഞ്ഞ് അവരുടെ കുടുംബക്കാരുടെ പേരിൽ പെൻഷൻ വാങ്ങിച്ച് ആ പെൻഷന്റെ ലെവി വാങ്ങിച്ചെടുക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരിക്കലും മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് തൊട്ടുതെറിച്ചിട്ടില്ല. കൊച്ചു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് തന്നെ വിളിക്കുന്ന മുദ്രാവാക്യമില്ല, ചോരച്ചാലുകൾ നീന്തിക്കിടന്ന. ആ ചോരച്ചാലുകൾ നീന്തിക്കിടന്ന ഒന്നേ സ്വന്തം ചോരയായിരിക്കണം, അല്ലെങ്കിൽ വേറെത്തന്റെ ചോരയായിരിക്കും. ഇതൊക്കെ മറ്റുള്ളവന്റെ ചോരയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വിളിക്കുന്നവൻ വേറെന്ന് മനസ്സിലാക്കേണ്ടത്, നാളെ ഈ ചോര ഇവന്റെ ചോരയാണ് വീഴാൻ പോണത്. അപ്പൊ ഇവർ വേറെ ആളെ കൊണ്ട് വിളിപ്പിക്കും. അങ്ങനെയുള്ള നല്ല എക്സാമ്പിൾ പറയുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഹിറ്റ്ലറാന്ന് പറയുക. ഹിറ്റ്ലറുടെ സ്ഥാനം 6ാം സ്ഥാനമേ ഉള്ളൂ. അവിടെ പിന്നെ പ്രശ്നം വരും. ഹിറ്റ്ലർ ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത് വർഗീയമായി അല്ലെ വംശപരമായി കൊല്ലപ്പെട്ടിരിക്കുന്ന ജൂതന്മാരാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷവും ജൂതന്മാരാണ്. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരാണ്. അതെ, ആ പീഡനത്തെ അംഗീകരിക്കാൻ ഇവിടെ ആരും തയ്യാറില്ല. ഒരു പുരോഗമനമല്ല. ഏറ്റവും ഇതിന്റെ അത്ഭുതമായിട്ടുള്ള വശം, ജൂതന്മാർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന നമ്പറിന്റെ 10 ഇരട്ടിക്ക് അധികം വരുന്ന ആളുകളെയാണ് മാവോ സേത്തുങ് കൊലപ്പെടുത്തിയത്. മാവോ സേത്തുങ് ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷനിൽ കൊലപ്പെടുത്തിയത് 5.5 കോടി ജനങ്ങളെ കൊലപ്പെടുത്തിയത്. അയാളുടെ സാംസ്കാരിക വിപ്ലവത്തിൽ അയാളെ കൊലപ്പെടുത്തിയത് 1 കോടി ജനങ്ങളെയാണ് കൊലപ്പെടുത്തിയത്. മൊത്തം മാവോ സേത്തുങ് കൊലപ്പെടുത്തിയത് 6.5 കോടി ജനങ്ങളെയാണ്. സ്റ്റാലിൻ കൊലപ്പെടുത്തിയത് 2 കോടി ജനങ്ങളെയാണ്. പോൾ പോട്ട് കൊലപ്പെടുത്തിയത് 50 ലക്ഷം ജനങ്ങളെയാണ്. ചെഷസ്ക്യൂ കൊലപ്പെടുത്തിയത് 15 ലക്ഷം ആളുകളാണ്. ഇതിനൊക്കെ ഡോക്യുമെന്റ് ഉള്ളതാണ്, ലോകം അംഗീകരിച്ചിരിക്കുന്നതാണ്. പക്ഷേ എന്തിനാ നമ്മുടെ ഇവിടെ ഇത് യൂറോപ്പിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ഇല്ലാതാക്കിയുള്ള കൾച്ചറാണ്. ഇവിടെ ബംഗാൾ ക്ഷാമം ഉണ്ടാകുമ്പോൾ ചർച്ചിൽ ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞ് അവിടെ നമ്മൾ സഹായിക്കാൻ പോകേണ്ട, കുറേ ആൾ ചത്ത് കിട്ടിയാൽ അത്തരം കുറച്ച് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ പോരെ എന്ന് ചോദിച്ചവരാണ് ചർച്ചില്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വെസ്റ്റേൺ കൺട്രികളുടെയൊക്കെ നയത്തിന്റെ ഭാഗമാണത്. ലാഭത്തെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാ സാമ്പത്തിക ശാസ്ത്രങ്ങളും ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, സാധിക്കുള്ളൂ. ഇത് കമ്മ്യൂണിസം അത് വളരെ വ്യാപകമായിട്ട് അവരുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, ദർശനം അല്ലാതെ ശരിക്കും ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. അതിനു വേണ്ടിയിട്ട് അവർ ചില ആളുകൾ ചില സമയത്ത് ഇതേപോലെ ഇപ്പൊ വീണ ജോർജിനോട് പറഞ്ഞ മാതിരി, വീണ ജോർജ് നീ അവിടെ കിടക്ക്, നിന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയാം, രക്തസാക്ഷിയൊക്കെ ആയിക്കോളാം. നാളെ എന്റെ ബലമായ സംശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ ജോർജിനെ രക്തസാക്ഷിയാക്കുമെന്നാണ് എന്റെ സംശയം. അങ്ങനെ ആക്കരുതെന്നാണ് എന്റെ അപേക്ഷ. ഇപ്പൊ സമയം കഴിഞ്ഞു പോയി, അല്ല ആയിപ്പോ ഇതിന്റെ അകത്ത് വരാൻ പോകുന്നതിന്റെ പ്രതി ഇവിടെ ഉണ്ട്, കയ്യിൽ കിടക്കാ പ്രതി, KSUക്കാർ പ്രതികളുണ്ട് ഇവിടെ. അതെ, വീണ ജോർജിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ KSUക്കാരനെ പിടിച്ച് മുമ്പോട്ടിടുന്നത് ഇപ്പം കൊന്നു, നാട് മുഴുവൻ പ്രചരിപ്പിക്കും. ഇവിടുത്തെ ചാനലിലെ മാധ്യമങ്ങൾ വരെ പ്രചരിപ്പിക്കും. പല മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. ആദ്യം തന്നെ പറഞ്ഞല്ലോ വീണ ജോർജിന് ഏത് ആക്രമണത്തിൽ പരിക്കേറ്റെന്നുമാർ പറയുന്നില്ല, പ്രതിഷേധ പ്രകടനത്തിന് എവിടെ പ്രതിഷേധം. നമ്മുടെ മാധ്യമങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് കാരണം ഉദര നിമിത്തം ബഹുഹൃത വേഷം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിനെക്കുറിച്ച് പണ്ട് സഞ്ജയന്റെ ഒരു കമന്റ് ഉണ്ട്, ഉത്തമാംഗം വയറെന്ന അദ്ദേഹം പറഞ്ഞ്. അത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞതാ. 1936 സമയത്ത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹിത്യ പ്രസ്ഥാനം ഉണ്ടാക്കിയ സമയത്ത് അതിനെക്കുറിച്ചിട്ട് സഞ്ജയനും കുട്ടിക്കൃഷ്ണമാരും പ്രയോഗിച്ച പദം ഉത്തമാംഗം വയറെന്നാണ്. ആ ഉത്തമാംഗം വയറായിട്ടുള്ളവരാണ് ഇപ്പോഴത്തെ പല ചാനലുകാരും. അപ്പൊ അത് രണ്ടും കൂടി ചേർന്ന് പോകാതെ നിവൃത്തിയില്ല, അവരെങ്ങനെ ചേർന്ന് പോട്ടെ. ഇത്രയും പറയാം, നമുക്ക് തൽക്കാലം നിർത്താം. അതെ, ആയിക്കോട്ടെ. ഇനി ഒരു ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. എന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയണ്ട, CPM അത് വിശ്വസിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. ഇവരെങ്കിലും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഇവർക്ക് എപ്പോഴെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള ആൾക്ക് മനുഷ്യത്വം കിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനുഷ്യത്വം തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. അവർക്ക് ഒരിക്കലും മനുഷ്യത്വം ഇല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലരോട് ചോദിച്ചാൽ പറയും ഏറ്റവും കൂടുതൽ ആളുകൾ കൊലപ്പെടുത്തിയ ഇസ്ലാമിക തീവ്രവാദികളാണ്, 2 യുദ്ധത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 10% കൊലപാതകം 10% കൊലപാതകം നടത്താൻ ഇവിടെയുള്ള ജിഹാദികൾക്ക് സാധിക്കും. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും. അതാണ് അവരുടെ അതാണ് ഇയാൾ പറഞ്ഞത്. ഈ പൂച്ച വെളുത്തതോ കറുത്തതോ നോക്കേണ്ട ആവശ്യമില്ല, എലിയെ പിടിച്ചാൽ മതി. അതെ, സിയാപിങ് പറഞ്ഞാണത്. അത് പഴയ കാലത്ത് മാവോന്റെ വാദം ഉണ്ടോ? അത്
മാവോയിന്റെ വാദമാണ്. ഈ വാദത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് സേവപ്പിങ് അത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആര് മരിച്ചാലും വേദനയില്ല, അവർക്ക് അധികാരം വേണം, നിലവിലിരിക്കുന്നവർക്ക് വേണം, മറ്റുള്ളവരെല്ലാവരും രക്തസാക്ഷികളാകുന്നത്. രക്തസാക്ഷികളെ പരിപാലിക്കുന്ന പ്രസ്ഥാനത്തിന് പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് നേരെയാവുമെന്ന് വിശ്വസിക്കുന്നതിനകത്ത് യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. ഏതായാലും പട്ടിയുടെ വാലല്ലേ, നമുക്ക് നോക്കാം. അന്ന് വരില്ല. ആയിക്കോട്ടെ, ശരി.